ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ ബാക്ക് ടു വ്ലോഗും ബാക്ക് ടു ബാക്ക് വർക്കായിട്ടും ആകട്ടെയാണ് മോങ്ങണ്ട തന്നെ മനസ്സിലാവും. അപ്പൊ ഇന്നൊരു വിശിഷ്ട അതിഥി 14 ദിവസത്തെ എന്താണ് മരുഭൂമി ജീവിതം കഴിഞ്ഞെത്തിയിട്ടുണ്ട്. അപ്പൊ കണ്ടാ ചിലപ്പോ മനസ്സിലാവൂല, പക്ഷെ ഇത് ഇവന്റെ പേര് സഹൽ. എന്താ പേര്? സഹൽ. എന്താ പറയാ, എല്ലാരെയും മിസ് ചെയ്ത് 4 ദിവസം എല്ലാരെയും കണ്ടപ്പോ ഭയങ്കര സന്തോഷം. ചെക്കനിപ്പോ അമ്മ വന്നിട്ടൊരു മൈൻഡിലെ ഫുൾ അവിടെ ശിവേട്ടൻ. ഞാനവിടെ പോയിട്ട് ഫുള്ള് വെജ് അടിച്ചടിച്ച് വന്നേണ്. അപ്പൊ സുഹൈലിനോട് പറഞ്ഞപ്പോ സുഹൈലുണ്ട് യാക്മാ കബാബിന്ന് ഫുഡ് കാണിച്ചാലാ കൊണ്ടുവന്നേക്കണേന്. അപ്പൊ കഴിച്ചിട്ട് റിവ്യൂ അമ്മ പറയണേരിക്കും. വർക്കിംഗ് ഡേയ്സിന്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ ഇന്നത്തെ വർക്ക് തന്നെ നമ്മുടെ കടവന്തറ യാക്മയിലാണ്. യാക്മാന്റെ കുറിച്ച് പറയാന്ന് വെച്ചാല് നമുക്ക് എല്ലാ സീസണിലും ഓരോ വർക്കാൻ ആൾക്കാരാണ്. യാക്മ ഇതിനു മുമ്പ് ഒരു നോമ്പ് സീസൺ അത് നമുക്ക് വർക്ക് ഉണ്ടായി നമ്മളെ പിന്നുള്ളത്. പിന്നെ നമ്മുടെ മമ്മൂട്ടിക്ക് ഡൂപ്പിടാൻ പറ്റിയ ഒരു താരം അനുക്ക് നമ്മളെ വ്ളോഗിനെ നമ്മുടെ ചാനലിന്റെ വളർച്ചനെ കുറിച്ച് 2 വാക്ക് പറയാനായിട്ട് അനുവിനെ ക്ഷണിക്കാം. എല്ലാം പറഞ്ഞോ. നല്ല സീരിയസ് ആണ്. മുഖത്തുനിന്നായി മാറ്റി എന്താ പറയാനുള്ളത്? നല്ല അടിപൊളിയാണ്. ഫുഡ് ബ്ലോഗ്സിനെ വിളിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള എന്തുകൊണ്ടാണ്? ബുദ്ധിമുട്ടൊന്നുമില്ല, ബിസിയാണല്ലോ, അതന്നെ. ബിസി ലൈഫാണ്. ടോസി ചെറിയ റോളാണ്, ടോസി മെയിൻ റോള് സുഹൈലിനാണ്. സുഹൈലിന അതിൽ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. സുഹൈലിനെ ടോസിനെ കണ്ടില്ലേ? ആ സാധനം കണ്ടിട്ടുണ്ട്. ലോഡിങ് ആണ്. അപ്പൊ അതെ ശിവേട്ടനെ കൊടുക്കാം. ശിവേട്ടന് കോഹളിലായി കഴിഞ്ഞാൽ പിന്നെ ആരെയും മൈൻഡ് ചെയ്യൂല. അത് ഭൂമി പോലും ഉണ്ടാക്കിയാൽ പോലും ചെക്കൻ മൈൻഡ് ചെയ്യൂല. അത് വേറൊരു വിഷയമാണ്. ഇപ്പൊ കട്ട് ചെയ്യണ്ട കുഴപ്പമില്ല. കണ്ടിട്ടല്ലേ ഞാൻ കട്ടിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് കൈനി 2 വാക്ക് നമ്മളെ കുറിച്ച് പരന്നറിയാണ്, ഒന്നും പറയില്ല. പിന്നെ ചെക്കൻ എന്നോട് എല്ലാരും ചോദിച്ചു സഫ്വാൻ ഇത്തിരി തടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുഡ് ബ്ലോഗിന് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ചെക്കനാണ്. ചെക്കൻ തടി വെക്കാൻ വേണ്ടി നമ്മ ഈ പരിപാടി പിടിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ്. തടി വെക്കണില്ല നീ. ഫോട്ടോ എടുത്ത് നോക്ക്, പെരുന്നാളുടെ ഫോട്ടോ നോക്കാം. അപ്പൊ നമുക്ക് ഇനി ഫുഡ് വന്നിട്ട് ബാക്കി വിശേഷം കാണാം. ഫുഡ് കഴിക്കാൻ കാണിക്കൂല, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു വ്ളോഗ് ആയിരിക്കും മേ ബി. വ്ളോഗിന്റെ കണ്ടിന്യൂഷൻ കാണാൻ എന്താണെന്ന് വെച്ചിട്ടുള്ള വ്ളോഗാണ്. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് കാണാം. ഇപ്പൊ ഗൈസ് ഇന്നലെ കുബാബന്റെ കറണ്ട് ആളിന് ഇന്ന് യാക്മിലെ കറണ്ട് പോയി. ഞാൻ വിചാരിച്ചു ഇന്നലെ നോർമലാണെന്ന്. ഇപ്പോഴാണ് മനസ്സിലായത് നമ്മ പോണോടത്തൊക്കെ കറണ്ടും ഉണ്ട്. നീ ഉള്ളോണ്ട് ഞാനാ ഇവിടെ കോമൺ ആയിട്ടുള്ള നീയാണ്. അപ്പൊ നീ കോമണില്ല. ഞാൻ എന്തായാലും വന്നല്ലോ. അപ്പൊ ഞാൻ എന്തായാലും വന്നല്ലോ. നീ കരണ്ടളയാൻ വന്നേണ നന്നാക്കാവുന്ന ഇലക്ട്രീഷ്യനാണ് ഞാൻ. അടിന്ന് ഇലക്ട്രീഷ്യന്റെ വർക്ക് ആയിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് കരണ്ട് പോണെന്ന് എല്ലാരും പറയാ? പുതിയ സർക്കാരിന്റെ ഒന്നുമല്ലേ എന്താ സംഭവം? ഇപ്പൊ ഇത് വന്നിട്ടുണ്ട് കറണ്ട്. ഇപ്പൊ എന്തോ പ്രശ്നം, പ്രൊമന്റ് എല്ലാം സ്റ്റോറി ഉണ്ടായി. കറണ്ട് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇടക്കിടക്ക് പവർ കട്ട് ഉണ്ടാവുന്ന 7 മണി ശേഷം പ്രൊമന്റ് എല്ലാം സ്റ്റോറി ഉണ്ടായി 2 ദിവസം മുമ്പ്. അതായിരിക്കാം. പക്ഷെ ഇന്നലെ പോയത് 3 മണിക്കാണ്. നമ്മുടെ ശകുനോണെന്ന് തോന്നണ്. അപ്പൊ അത് പറയാൻ വേണ്ടി എടുത്ത്. പിന്നെ ഞാനൊരു കുട്ടി സെറ്റായി. ഇല്ല ഇല്ല, ഫേക്ക് ന്യൂസ് അല്ല. പിന്നെ കൂട്ടത്തിലകത്തെ കല്യാണം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ വ്ളോഗിൽ കണ്ടവരുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാ. വ്ളോഗ് കണ്ടിട്ടില്ല അതിനെന്താണ് 16 മിനിറ്റ് വ്ളോഗ് അല്ലേ? നമ്മളെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ വ്ളോഗ് കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ കാണുന്നത് എനിക്ക് വലിയ നന്ദി. കൂടുതലിരിക്കുന്നു സപ്പോർട്ട് ചെയ്ത് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. അപ്പൊ എന്നെ പ്ലേറ്റിലേക്ക് ഒന്ന് കാണിച്ച്. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് ഇത് മാത്രമാണ്. അവന്മാരൊക്കെ എല്ലാരും കയ്യേറി. കൂട്ടാരന്മാർ തിന്നാന്നില്ല ഗൈസ്. കഴിക്കലേ എന്താ പറയാ പറഞ്ഞതിനെ കുറിച്ച്. ഇത് സ്ക്രിപ്റ്റ് ആണ്. കൊറേ പേര് സ്ക്രിപ്റ്റ് ചെയ്യില്ലേ. അപ്പൊ ഇവിടുത്തെ നല്ല ഫുഡാണ്. എനിക്ക് പേഴ്സണലി എന്താണ് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ? ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് ബീഫ് മലായി കബാബ്, തന്തൂരി കബാബ് മസ്റ്റായി. എനിക്ക്
യാക്കൂബ് അൽഫാം. ആക്ച്വലി യാക്കൂബ് അൽഫാം പിന്നെ പറയാനുള്ളത് ഇവിടെ വന്നോര് പിന്നെ ടേസ്റ്റാണ് മലായി ടിക്ക. അത് നല്ല ടേസ്റ്റാണ്. മുമ്പ് കഴിച്ചിരുന്ന കഴിക്കാം. ബീഫ് ടിക്ക നല്ല ടേസ്റ്റാണ്. പിന്നെ ബട്ടർ ചിക്കൻ റോള് ഫ്രൈ ചെയ്യണവര് ബട്ടർ ഇഷ്ടപ്പെടാൻ മാത്രം ചെയ്യാ, അല്ലാന്നാണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യത. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. നമ്മുടെ സഹല് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി കാര്യങ്ങൾ ഫാസ്റ്റ് ആവും. ഇൻഷാല്ലാ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.